വെറുതെ കിട്ടുന്നതിന് വിലയുണ്ടോ? മാധ്യമങ്ങൾ സൗജന്യ വിലക്ക് ലഭിക്കുന്നു എന്നതിനർത്ഥം അവ മറ്റ് സ്വാധീനങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നാണ്. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഫ്രീ മീഡിയ വേണോ അതോ മീഡിയ ഫ്രീഡം വേണോ? മാധ്യമപ്രവർത്തനം ആരോഗ്യത്തിന് ഹാനികരം. കോൺ ബനേഗ കരോഡ്പതി വിവാദത്തിൽ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. മാധ്യമപ്രവർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എത്ര കൂടുതൽ ഫ്രീ ആകുന്നോ അത്ര കൂടുതൽ ഫ്രീ അല്ലാതാകും. Global broadcast exclusive conversation. The master provides for your survival. Sure. Anyone who makes a wrong move. Had been very quiet here in this town, and they were hoping to. ഫ്രീ എന്നാൽ സൗജന്യം എന്ന് ഒരർത്ഥം, സ്വതന്ത്രം എന്ന് മറ്റൊരർത്ഥം. ജേർണലിസം എത്ര സൗജന്യമാകുന്നോ അത്രത്തോളം അത് സ്വതന്ത്രമല്ലാതാകും. ഫ്രീ മീഡിയ അഥവാ സൗജന്യമായി കിട്ടുന്ന മാധ്യമങ്ങൾ ഫ്രീ മീഡിയയുടെ, അതായത് സ്വതന്ത്ര മാധ്യമങ്ങളുടെ വിപരീതമാണ്. വിശദീകരിക്കാം. ഇന്ന് നിങ്ങൾക്ക് ഒരു പത്രം 6 രൂപയ്ക്ക് കിട്ടും. എന്നാൽ ആ പത്രം ഉണ്ടാക്കാനുള്ള ചെലവ് 14 രൂപ വരും. ഒരു പത്രത്തിന്മേൽ കമ്പനിക്ക് 8 രൂപ നഷ്ടം. പേജ് കൂടുന്നതിനനുസരിച്ച് ഉൽപാദന ചെലവ് കൂടും. സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് നഷ്ടം വർദ്ധിക്കും. എന്നാൽ ഈ കമ്മി നികത്തുന്നതും ചിലപ്പോൾ ലാഭം തന്നെ ഉണ്ടാക്കുന്നതും പരസ്യങ്ങൾ വഴിയാണ്. അതായത് പരസ്യ വരുമാനം ഉള്ളതുകൊണ്ടാണ് പത്രത്തിൻ്റെ വിലയിൽ ഇളവ് നൽകാൻ കഴിയുന്നത്. പക്ഷെ അതിന് വില വേറെ ഒടുക്കേണ്ടി വരുന്നു. പരസ്യങ്ങൾക്കും പരസ്യദാതാക്കൾക്കും പത്രത്തിൻ്റെ ഉള്ളടക്കത്തെ സ്വാധീനിക്കാൻ കഴിയുന്നു. വിലയിലെ സൗജന്യം ഉള്ളടക്കത്തിലെ അസ്വാതന്ത്ര്യമായി മാറുന്നു. പത്രങ്ങളുടെ കാര്യത്തിൽ ഇതൊരു പ്രശ്നമാണെങ്കിൽ ചാനലുകൾക്ക് വളരെ വലിയ പ്രശ്നമാണ്. ഓൺലൈൻ പത്രങ്ങൾക്കും ന്യൂ മീഡിയയുടെ വ്യത്യസ്ത രൂപങ്ങൾക്കും ഇത് പ്രശ്നമാണ്. ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ: പരസ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുക. ഉൽപാദന ചെലവും ലാഭവും പത്രവായനക്കാരിൽ നിന്ന് തന്നെ ഈടാക്കുക. മാധ്യമ നടത്തിപ്പിൻ്റെ ചെലവ് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങുക. പോരാതെ വന്നാൽ പിരിവെടുക്കുക. ചാനൽ മേഖലയിൽ ഇന്ത്യൻ നിയമം ഇത് അസാധ്യമാക്കുന്നു. കാരണം ഷെയർ സമാഹരിച്ചുണ്ടാക്കിയ കമ്പനികൾക്ക് ചാനൽ നടത്താനാവൂ. ഓൺലൈൻ മാധ്യമരംഗത്ത് പുതിയൊരു പരീക്ഷണം പക്ഷേ നടക്കുന്നുണ്ട്: ക്രൗഡ് ഫണ്ടിംഗ് അഥവാ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സമാഹരിക്കുക. പരസ്യക്കാരെയോ അധികാരികളെയോ ഭയപ്പെടേണ്ട. ന്യൂസ് ലോണ്ടറി എന്ന ഇന്ത്യയിലെ ഓൺലൈൻ മാധ്യമ സ്ഥാപനം ഇത്തരമൊന്നാണ്. സ്ഥാപനത്തെ മധു ട്രെഹാൻ പരിചയപ്പെടുത്തുന്നത് കാണുക. In a democracy, the media is supposed to be the watchdog. The watchdog is supposed to be independent. But here we find some watchdogs are subservient to their masters. The master provides for your survival. For some people, it is the government. For some, it's ads. And for some, it's big industrialists. For News Laundry, it's you. Will you pay to keep news free? വാർത്ത ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്ന് മുക്തമായിരിക്കാൻ നിങ്ങൾ പണം മുടക്കുമോ എന്ന്. പരസ്യം വാങ്ങുന്ന മാധ്യമങ്ങൾക്ക് പരസ്യദാതാക്കളോടായിരിക്കും പ്രതിബദ്ധത. ജനങ്ങളോട് പ്രതിബദ്ധത വേണമെങ്കിൽ പണം മുടക്കുന്നതും ജനങ്ങൾ തന്നെ ആവണം എന്ന്. ന്യൂസ് ലോണ്ടറിയുടെ മറ്റു പ്രമുഖർ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന 4 പേരാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ. അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ പരസ്യക്കാരെ ഒഴിവാക്കുന്നു. 2 വർഷമായി ഈ സ്ഥാപനം നടക്കുന്നു. വാർത്താ അവലോകനം, ആക്ഷേപഹാസ്യം, ആനുകാലിക വിഷയങ്ങൾ തുടങ്ങിയവയാണ് ഉള്ളടക്കം. Many jasmine-scented greetings from Ranga uncle. You are enjoying my doodles, aren't you? And wondering why no more? Well, as much as I would love to do doodles all day, one has to earn one's living. अक्सर आपने लोगों को ये कहते सुना होगा कि यार why can't India be like other advanced developed countries? हम आधुनिक देशों की तरह क्यों नहीं हो सकते? वहाँ की जो involvement होती है, responsibility होती है, awareness होती है, why can't we be like that? I'll give you an example of a news website called Der Correspondent in the Netherlands. They raised $1.3 million from the public. It was a crowdsourced model. ഇന്ത്യയിൽ ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് നടത്തുന്ന സ്വകാര്യ ഉടമസ്ഥതയിലും സ്വതന്ത്ര സ്വഭാവമുള്ള വേറെയും ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇന്ത്യക്ക് പുറത്തുമുണ്ട് ഇത്തരത്തിൽ കുറേ സ്ഥാപനങ്ങൾ. എന്നാൽ ഇവയിൽ പലതിനും മാതൃക ഒരു ഡച്ച് ഓൺലൈൻ സംരംഭമാണ്, ഡേ കോറസ്പോണ്ടൻറ്റ്. തുടക്കം ഡച്ച് ഭാഷയിൽ. അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് വാർത്താമാധ്യമങ്ങളുടെ 21ാം നൂറ്റാണ്ട് പതിപ്പ് എന്ന്. പരസ്യങ്ങൾ ഒഴിവാക്കാൻ പണം വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം അവർ പിരിവ് നടത്തി.
വെറും 8 ദിവസം കൊണ്ട് പിരിഞ്ഞു കിട്ടിയത് 10 ലക്ഷത്തിൽ പരം യൂറോ, 8 കോടിയോളം രൂപ. ക്രൗഡ് ഫണ്ടിങ്ങിൽ ലോക റെക്കോർഡ്. 2013 സെപ്റ്റംബറിൽ അവർ പ്രവർത്തനം തുടങ്ങി. പൂർണ്ണമായും ഡിജിറ്റൽ. അന്വേഷണാത്മക റിപ്പോർട്ടുകൾ, ആഴത്തിലുള്ള അവലോകനങ്ങൾ. ലാഭേച്ഛയില്ലാത്ത ഒന്നായിട്ടല്ല ഇത് നടത്തുന്നത്. എന്നുവെച്ചാൽ വാർത്തകളും മറ്റ് ഉള്ളടക്കങ്ങളും വായനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ വില ഈടാക്കി വിൽക്കുന്നു. സാധാരണ മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് ഇതല്ല. അവർ വായനക്കാരെ പരസ്യദാതാക്കൾക്ക് വിൽക്കുകയാണ്. ഡേ കോറസ്പോണ്ടൻറ്റിന് വരിക്കാരല്ല, അംഗങ്ങളാണ് ഉള്ളത്. പരസ്യക്കാരില്ല. പകരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി യൂണിവേഴ്സിറ്റികളും മറ്റു സ്ഥാപനങ്ങളും ഉണ്ട്. സമൂഹത്തിന് ഇതെല്ലാം എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്ന ചോദ്യമുണ്ട്. പക്ഷേ പരസ്യദാതാക്കളോടും അധികൃതരോടും വിധേയത്വമില്ലാതെ മാധ്യമ പ്രവർത്തനം സാധ്യമാണെന്ന് ഇവരെല്ലാം കാണിച്ചു തരുന്നുണ്ട്. Crowdfunding is the next big thing. It's well on its way to making another record year in global funding. In order to provide innovators, entrepreneurs, small businesses, artists, and even charities a chance of getting a piece of the donation rewards creation wave, you've launched your crowdfunding platform. അമേരിക്കയിലും മറ്റും ജനപക്ഷ ജേർണലിസത്തിന്റെ മറ്റൊരു ക്രൗഡ് ഫണ്ടിംഗ് മോഡൽ കൂടിയാണ് ഡെമോക്രസി നൗ, ലാഭേച്ഛയില്ലാത്ത സ്വതന്ത്ര മാധ്യമ സ്ഥാപനം. Today, we bring you the first part of our global broadcast exclusive conversation. The streets of Tahrir have once again been filled. Key issues here at the United Nations Climate Change Conference remain unresolved. Police are saying the protesters to move further and further away. I'm Amy Goodman. And I'm Juan Gonzalez. And those are some of the headlines. This is Democracy Now! റേഡിയോ, TV ചാനലുകൾ എന്നിവയുടെ 1250-ലധികം കേന്ദ്രങ്ങളടങ്ങുന്ന ശൃംഖല. പ്രസിദ്ധ അവതാരകയും മാധ്യമപ്രവർത്തകയുമായ എയ്മി ഗുഡ്മൻ ഇതിനകം നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ തുറന്നുകാട്ടുന്ന അനേകം പരിപാടികൾ ഇതുവഴി ചെയ്തിട്ടുണ്ട്. എയ്മി ഗുഡ്മൻ, സാലി മുവക്കിൽ തുടങ്ങി കുറേ പേർ ചേർന്ന് 1996-ൽ സ്ഥാപിച്ചതാണ് ഇത്. മറ്റു മാധ്യമങ്ങൾ അവഗണിച്ച വിഷയങ്ങൾ ഏറ്റെടുത്ത് അവർ ശ്രദ്ധ നേടി. 2001-ലാണ് TV പരിപാടി തുടങ്ങിയത്. From Pacifica, this is Democracy Now! An operation as long as it is required. As Israeli Prime Minister Benjamin Netanyahu vows to continue attacking Gaza, This is a war on civilians. Civilians are paying the scores for impeding pedestrian traffic, but it was a wrongful arrest and it was dismissed. The Palestinian death toll to over 500. They know that this is a hospital filled with patients, and to make it even worse, bloodiest days so far, bringing the Palestinian death toll to over 500. More than 100 Palestinians were killed in a 24-hour period between Saturday and Sunday nights. Democracy Now! പരസ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. കോർപ്പറേറ്റ് ഫണ്ടും സർക്കാർ സഹായവും വാങ്ങുന്നില്ല. പകരം ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും സംഭാവനയാണ് പ്രധാന വരുമാന മാർഗം. ഒപ്പം ചില ഫൗണ്ടേഷനുകളുടെ സംഭാവനയും. 2008-ൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ യോഗത്തിൽ നടന്ന യുദ്ധവിരുദ്ധ പ്രകടനം കവർ ചെയ്യാനെത്തിയ എയ്മി ഗുഡ്മനെയും ഷെരീഫ് അബ്ദുൽ ഖുദ്ദൂസിനെയും പോലീസ് മർദ്ദിച്ചത് ഒച്ചപ്പാടുണ്ടാക്കി. എയ്മി ഡെമോക്രസി നൗവിനെ പരിചയപ്പെടുത്തുന്നത് കാണുക. From Pacifica, this is Democracy Now! പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവന കൊണ്ട് നടത്തുന്ന വേറെയും മാധ്യമങ്ങളുണ്ട്. antiwar.com അവയിൽ ഒന്നാണ്. നേഷൻ ഓഫ് ചേഞ്ച് ആണ് മറ്റൊന്ന്. നിർഭയ പത്രപ്രവർത്തനം മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം. കൗണ്ടർ പഞ്ച് ആണ് വേറൊന്ന്. മറ്റ് ചിലത് മീഡിയ ലെൻസ്, കോമൺ ഡ്രീംസ്, ട്രൂത്ത് ഔട്ട്, ട്രൂത്ത് ഡിഗ്, alternate.org, middleeasteye.net, therealnews.com, motherjones.com, indiatogether.com, countercurrents.org. പിരിവ് വഴി പരസ്യക്കാരെ ഒഴിവാക്കി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ മിക്കവാറുമെല്ലാം ബദൽ മാധ്യമങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്നുകിൽ അവ നിർബന്ധ വരിസംഖ്യ ഈടാക്കുന്നു, അല്ലെങ്കിൽ സന്മനസ്സുള്ളവരിൽ നിന്ന് പണം കണ്ടെത്തി സൗജന്യ സേവനം നൽകുന്നു. പൊതുമാധ്യമങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് പൊതുവെ മുക്തമാണ് അവ എന്ന് വിശ്വസിക്കാമെന്ന് തോന്നുന്നു.
ഒന്ന് തീർച്ച, മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വെറുതെ സൗജന്യമായി കിട്ടുന്ന ഒന്നല്ല. അതിന് വലിയ വിലയുണ്ട്.